UGC നെറ്റ് പേപ്പർ 1ൻ്റെ PYQ സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ 1ലേക്ക് പോവാം. ഇത് യൂണിവേഴ്സിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ബോഡീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2026 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. വ്യത്യസ്ത ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ബോഡികളും അവരുടെ ഫങ്ഷൻസും ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇത് നോക്കാം. ഇന്ത്യയിൽ ഓരോ യൂണിവേഴ്സിറ്റിയിലും അവരുടേതായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഹൈറാർക്കി ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ്സും അധികാരങ്ങളും പവറും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ അതോറിറ്റീസിൻ്റെ ഇടയിലാണ്. അപ്പോൾ അതിൽ ഒരുപാട് ബോഡീസ്, ഒരുപാട് മെമ്പേഴ്സ്, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യൂണിവേഴ്സിറ്റി ഗവർണൻസുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഗവർണൻസ് ഓഫ് യൂണിവേഴ്സിറ്റി. ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടായിരിക്കും അല്ലേ. യൂണിവേഴ്സിറ്റിയിൽ വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു മേജർ ഫങ്ഷനാണ്. പക്ഷെ അതിന് വേറെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും അല്ലേ. പബ്ലിക് റെപ്രസെൻറ്റേഷൻ, എക്സിക്യൂട്ടീവ്, അഡ്മിനിസ്ട്രേറ്റീവ് പവർ, അക്കാദമിക് ക്വാളിറ്റി കൺട്രോൾ, ഇങ്ങനെ ഒരുപാട് ഫണ്ട്, ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും അല്ലേ. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഡിഫറെൻറ്റ് ബോഡീസാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി ഹാവ് എ വെൽ ഡിഫൈൻഡ് സ്റ്റാറ്റ്യൂട്ടറി ഹൈറാർക്കി. Which is designed to balance broad public representation അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് പവർ, അതുപോലെ തന്നെ സ്ട്രിക്റ്റ് അക്കാദമിക് ക്വാളിറ്റി കൺട്രോൾ. അപ്പം ഇതെന്താണ്, യൂണിവേഴ്സിറ്റീസിന് എന്തുണ്ട്, വ്യത്യസ്ത ബോഡീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യനിൽ കണ്ടല്ലോ, ബോഡീസ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഇത്ര മാത്രമല്ല, കോർട്ട്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അക്കാദമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒക്കെ ഓരോ ബോഡികളാണ്. ഓരോന്നും അതിൻ്റെ ഫങ്ഷൻസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കാം. ഫസ്റ്റ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ,
ഫസ്റ്റ് വരുന്നത് ലീഡർഷിപ്പ് ഗ്രൂപ്പുകളാണ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ടയർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ചാൻസലറി എന്നും ഇതിന് പറയാം. ഫസ്റ്റ് ദ ലീഡർഷിപ്പ്. ലീഡർഷിപ്പിനെ നമ്മൾ ചാൻസലറി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവരാണ് പൂർണ്ണമായിട്ടും ഫങ്ഷൻസ്, അതോറിറ്റി, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ലീഗൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ഈ ലീഡർഷിപ്പ് ടയറിൽ വരുന്ന, ചാൻസലറി ടയറിൽ വരുന്നതാണ്. ഇതാണ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ടോപ്പ് ഓഫ് ദ പൊസിഷൻ എന്ന് പറയുന്നത്. ഇവർക്ക് ഇതുണ്ടാവും, എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ അതുപോലെ എക്സിക്യൂട്ടീവ് പവർ ഒക്കെ ഇവർക്ക് ഉണ്ടാവും. അതായത് നിയമങ്ങൾ നിർമ്മിക്കുക, നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, അതുപോലെ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ലീഗൽ അതോറിറ്റി, ലീഡർഷിപ്പ് എല്ലാം ഇവരുടെ ഫങ്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ഈ ലീഡർഷിപ്പ് ചാൻസലറി എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ഓഫ് ദ പൊസിഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഇതിൽ തന്നെ ഓരോ സബ് ടയറുകളുണ്ട്. അതിൽ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ. അറ്റ് ദ ആബ്സല്യൂട്ട് ടോപ്പ് ഓഫ് ദ യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ. sit the constitutional അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്, നമ്മൾ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് who provide legal authority and leadership. ഓക്കെ, പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് രണ്ട് ആൾക്കാരാണുള്ളത്. ഒന്ന് ചാൻസലറും വൈസ് ചാൻസലറും. ആദ്യം നമുക്ക് ചാൻസലർ ആരാന്ന് നോക്കാം. ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ദ ചാൻസലർ. ഇദ്ദേഹം ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കും. ഇതിൻ്റെ എക്സ് ഓഫീഷ്യോ ചാൻസലറായിട്ട് വരിക. അതായത് ഓരോ സംസ്ഥാനത്തിലെയും ഗവർണർ ആരാണോ അവർ തന്നെ ഓട്ടോമാറ്റിക് ഈ യൂണിവേഴ്സിറ്റീൻ്റെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറായിട്ട് വരാം. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ ചാൻസലറായിട്ട് വരിക പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് will
അല്ലെങ്കിൽ ടിപ്പിക്കലി ആക്ട് ആസ് എക്സ് ഒഫീഷ്യോ ചാൻസലർ. എക്സ് ഒഫീഷ്യോ ചാൻസലർ, അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി MG യൂണിവേഴ്സിറ്റി, അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ നമ്മളെ കേരളത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ചാൻസലർ ആരായിരിക്കും? അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറായിരിക്കും, സംസ്ഥാന ഗവർണറായിരിക്കും. ഈ തമിഴ്നാട്ടിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി. മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ ചാൻസലർ ആരായിരിക്കും? മദ്രാസ് യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലുള്ള ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ തമിഴ്നാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ തമിഴ്നാട്ടിലെ ഗവർണർ ആരാണോ അവരായിരിക്കും തമിഴ്നാട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറായിട്ട് വരിക. ഇവരുടെ മെയിൻ ഫങ്ഷൻസ് നോക്കാം നമുക്ക്. മെയിൻ ഫങ്ഷൻസ്, ഇവർ ഹെഡ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ആയിട്ട്, യൂണിവേഴ്സിറ്റി ഹെഡായിട്ട് ഇവരാണ് എന്ത് ചെയ്യുക, അറിയപ്പെടുക. സെർവ്സ്, ഫങ്ഷൻസ് ആട്ടോ പറയുന്നത്, ഫങ്ഷൻസ്. സെർവ്സ് ആസ് the head of university. ഇവിടെ നമ്മൾ പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇവിടെ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ഇവിടെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, സെൻട്രൽ യൂണിവേഴ്സിറ്റീൻ്റെ പറഞ്ഞില്ല. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റി. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അദ്ദേഹം ഒന്നെങ്കിൽ ആരായിരിക്കും, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് എന്ത് ചെയ്യാം, ഒരാളെ ചാൻസലറായിട്ട് എന്ത് ചെയ്യാം, നിയമിക്കാൻ പറ്റും. സാധാരണഗതിയിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്താണ്, ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. കാരണം ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ടാവും, ഒരു വ്യക്തിക്ക് മാത്രം കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണഗതിയിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ്, അദ്ദേഹത്തിനും എന്ത് ചെയ്യാം, ആ പൊസിഷൻ വഹിക്കാവുന്നതാണ്. സാധാരണ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇഷ്ടം പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഓരോ സംസ്ഥാനത്തും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ. അപ്പോൾ അത് ഒരു വ്യക്തിക്ക് മാത്രം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അത് സ്വാഭാവികമായിട്ടും അത് വ്യക്തികൾക്ക്, ചില വ്യക്തികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇനി ഇതിന് നമുക്ക് കോർ ഫങ്ഷൻസ് നോക്കാം. കോർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ചാൻസലറുടെ മെയിൻ ജോലി എന്താണ്? സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും അവിടെയൊക്കെ ചാൻസലർമാരുണ്ടാവും. അവരുടെ ജോലി, അവരുടെ ഫങ്ഷൻ, ഫസ്റ്റ് ഫങ്ഷന് അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ഹെഡ്, സുപ്രീം അതോറിറ്റി ആയിരിക്കും, ഹെഡായിരിക്കും. സെർവ് ആസ് ദ ഹെഡ് ഓഫ് യൂണിവേഴ്സിറ്റി. ഇപ്പം നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ ഈ ലീഡർഷിപ്പ് ബോഡികളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ചാൻസലറാണ്. ചാൻസലർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ എന്താണ്, ഗവർണർ, സ്റ്റേറ്റിലെ ഗവർണർ ആയിരിക്കും അതിൻ്റെ എക്സ് ഒഫീഷ്യോ
ചാൻസലറായിട്ട് വരിക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ധാരാളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുള്ളതുകൊണ്ട് തന്നെ പ്രസിഡന്റിന് ഈ പൊസിഷൻ വഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾ ഒരുപാട് കണ്ടീഷൻസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രസിഡന്റ് ആരെ അപ്പോയിൻറ്റ് ചെയ്യണോ അത് സെൻട്രൽ ഗവൺമെൻറ്, അതായത് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി ആരെയാണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രസിഡന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ചാൻസലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ ഹെഡാണ്. ഓക്കെ. രണ്ടാമത് ഈ കോൺവോക്കേഷൻ സെറിമണിയൊക്കെ എന്താണ് പ്രൊസീഡ് ചെയ്യുന്നത് ഇദ്ദേഹമായിരിക്കും. അതായത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോൺവോക്കേഷൻ സെറിമണിയിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സ്റ്റുഡൻസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതും ഒക്കെ ആരായിരിക്കും, ഈ ചാൻസലർ ആയിരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫങ്ഷൻ. presides over the convocation ceremonies അതായത് കോൺവോക്കേഷൻ സെറിമണി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, ടു കൺഫർ ഡിഗ്രി അപ്പോൺ സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കോൺവോക്കേഷൻ സെറിമണിയൊക്കെ പ്രിസൈഡ് ചെയ്യുന്നത് ചാൻസലർ ആയിരിക്കും. അടുത്തത് വൈസ് ചാൻസലറെ അപ്പോയിൻറ്റ് ചെയ്യാനും ഒരു കമ്മിറ്റിയെ എന്ത് ചെയ്യും, ഈ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി, ഒരു പാനൽ എന്ത് ചെയ്യും, രൂപീകരിക്കും. ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. ഈ സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലറെ നിയമിക്കുന്നത് ആരായിരിക്കും, അതിലുള്ള ഫൈനൽ അതോറിറ്റി ആർക്കായിരിക്കും, ഈ ചാൻസലർക്കായിരിക്കും. അത് പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്, പവറാണ്. ഹോൾഡ് ദ ഫൈനൽ അതോറിറ്റി to appoint vice chancellor from a panel of names recommended by search committee. അതായത് സെർച്ച് കമ്മിറ്റി, ഗവൺമെൻറ് ഒരു സെർച്ച് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യും. ഈ സെർച്ച് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുക, വൈസ് ചാൻസലറെ നിയമിക്കുക. ഒരു പാനലൊക്കെ ഉണ്ടായിരിക്കും. ഈ പാനലിൽ നിന്ന് ഒരാളെ നെയിം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനും അതോറിറ്റി ഉണ്ടാവും, ചാൻസലറിനും അതോറിറ്റി. അതിൽ ഫൈനൽ തീരുമാനം എടുക്കുന്നത് ചാൻസലർ ആയിരിക്കും. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷനാണ് എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള എന്തെങ്കിലും ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീൽ, ഏറ്റവും മുകളിലുള്ള അതോറിറ്റി, അപ്പീൽ പോവാവുന്ന ഏറ്റവും മുകളിലുള്ള അതോറിറ്റി ചാൻസലറാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സാം നടത്തി മാർക്ക് കുറഞ്ഞു, ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പരാതി പോവും. അങ്ങനെ പരാതി പോയി ഏറ്റവും അവസാനം നമുക്ക് പരാതിപ്പെടാൻ പറ്റിയ സ്ഥലം, സുപ്രീം കോടതിയെ പോലെ ഏറ്റവും അവസാനം പരാതിപ്പെടാൻ പറ്റിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പൊസിഷനാണ് ചാൻസലർ എന്ന് പറയുന്നത്. ആക്ട് ആസ് ദ ഫൈനൽ
കോർട്ട് ഓഫ് അപ്പീൽ ഫോർ മേജർ ഇന്റേണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്പ്യൂട്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനയല്ല കേട്ടോ. ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട്. ഇപ്പോൾ നെറ്റുള്ള ആളുകളെ മാത്രമേ അധ്യാപകരായിട്ട് നിയമിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ അടുത്ത് ഗവർണറുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. മുമ്പേ ഉണ്ട് ഒരു അധ്യാപകൻ്റെ, ഗവൺമെൻറ് കോളേജ് അധ്യാപകൻ്റെ ക്വാളിഫിക്കേഷൻ നെറ്റ് ആണ്. അപ്പോൾ നെറ്റ് ഇല്ലാത്ത അധ്യാപകരെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നിയമിച്ചിരുന്നു. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി. ഒരു ക്വസ്റ്റ്യൻസ്, ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടി അപ്പീൽ പോവുകയും അങ്ങനെ അത് ഗവർണറുടെ അടുത്ത് ഈ വിഷയം എത്തുകയും ചെയ്തു. അപ്പോൾ ഗവർണർ പരിശോധിച്ച സമയത്ത് നെറ്റില്ലാത്തൊരു അധ്യാപകനാണ്, ഒരു ടീച്ചറാണ് ഇതെന്ത് ചെയ്ത് വാല്യൂ ചെയ്തതെന്ന് മനസ്സിലാക്കി ഒരു ഓർഡർ പുറത്തുവിടിപ്പിച്ചു. നെറ്റില്ലാത്ത അധ്യാപകർ ഇനി മുതൽ കോളേജിൽ എന്ത് ചെയ്യാൻ പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗവർണറിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്പ്യൂട്ടിൻ്റെ ഫൈനൽ കോർട്ട് ഓഫ് അപ്പീലായിട്ട് നിൽക്കാൻ പറ്റും. ഓക്കെ, ചാൻസലറിന് കേട്ടോ. ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണറാണ്. സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവർണറാണ് ചാൻസലർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് വൈസ് ചാൻസലറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ചാൻസലറിനെ കുറിച്ചാണ്. ചാൻസലർ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിൽ 2 പൊസിഷനാണുള്ളത്. ഒന്ന് ചാൻസലർ, മറ്റൊന്ന് വൈസ് ചാൻസലർ. ബി വൈസ് ചാൻസലർ. വൈസ് ചാൻസലർ. അപ്പോൾ ചാൻസലർ കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട പൊസിഷനാണ് VC, വൈസ് ചാൻസലർ. ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ, ഇദ്ദേഹം പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് ആൻഡ് അക്കാദമിക് ഓഫീസറാണ്. യൂണിവേഴ്സിറ്റിൻ്റെ പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് ആൻഡ് അക്കാദമിക് ഓഫീസറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ. അക്കാദമിക് ഓഫീസർ. ഓഫ് യൂണിവേഴ്സിറ്റി. അപ്പോൾ വൈസ് ചാൻസലർ VC ആരാണ്? ഇതിൻ്റെ പൊസിഷൻ ഹെഡ് ഓഫ് ദ പൊസിഷൻ ഓഫീസറാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ചാൻസലറാണ് ഇപ്പോൾ ഈ സെറിമോണിയൽ ഹെഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സാങ്കല്പികമായിട്ട് ഒരു ഹെഡായിട്ട് നിൽക്കുന്നത് ചാൻസലർ ആണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഹെഡായിട്ട് നിൽക്കുന്നത് ആരാണ്? VC ആണ്. ഫുൾ ടൈം ഓപ്പറേഷണൽ കമാൻഡർ എന്ന് പറയും. എല്ലാ കാര്യങ്ങളും ചാൻസലർ ഒരു പദവിയാണെങ്കിൽ അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന പൊസിഷൻ ആരായിരിക്കും? വൈസ് ചാൻസലറുടെ ആയിരിക്കും.
ഗവർണർ എന്ന് പറഞ്ഞത് ഒരു പേര് മാത്രമായിരിക്കും. ഗവർണറാണ് ചാൻസലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് വൈസ് ചാൻസലർ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വൈൽ ദ ചാൻസലർ ഈസ് ദ ceremonial head the vice chancellor അല്ലെങ്കിൽ വി സി ഈസ് ദ ആക്ച്വൽ ഫുൾ ടൈം ഓപ്പറേഷണൽ കമാൻഡർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. ഫങ്ഷൻസ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി ആക്ട്, സ്റ്റാറ്റ്യൂട്ട് ഇത് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നവരെ പണിയാണ്. യൂണിവേഴ്സിറ്റിയുമായി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ആക്റ്റുകൾ ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റി ആക്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ട്സ്, അതുപോലെ തന്നെ ഓർഡിനൻസ്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓർഡറുകൾ തന്നെയാണ്, റൂൾസ്. ഓർഡിനൻസ് ഇപ്പോൾ ഒരു ഓർഡിനൻസ് ഒക്കെ ഒരു തരത്തിലുള്ള ലോ തന്നെയാണ്, പക്ഷെ അത് ഗവർണറുടെ ഓർഡറിനാണ് ഓർഡിനൻസ് എന്ന് പറയാം. ഇത് സ്ട്രിക്ട്ലി ഒബ്സർവ് ചെയ്തു. ഓക്കെ, അതായത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഇറക്കുന്ന നിയമങ്ങൾ, ഓർഡിനൻസ്, മറ്റു ഓർഡറുകളൊക്കെ പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. അടുത്തതാണ് എന്താണ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അക്കാദമിക് കൗൺസിൽ, ഫിനാൻസ് കമ്മിറ്റി ഇതൊക്കെ പ്രസീഡ് ചെയ്യാം, അതായത് നേതൃത്വം വഹിക്കാം. പ്രിസൈഡ് ഓവർ മീറ്റിംഗ് ഓഫ് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽ അതുപോലെ തന്നെ അക്കാദമിക് കൗൺസിൽ, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മിറ്റി. എക്സിക്യൂട്ടീവ് കൗൺസില്, അക്കാദമിക് കൗൺസില്, ഫിനാൻസ് കമ്മിറ്റി ഇതിൻ്റെയൊക്കെ മീറ്റിങ്ങിന് നേതൃത്വം നൽകൽ വൈസ് ചാൻസലറാണ്. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് മൊത്തത്തിലുള്ള കൺട്രോൾ, ജനറൽ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ആൾ അക്കാദമിക്, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ അഫെയർസ് ഓഫ് യൂണിവേഴ്സിറ്റി. മൊത്തത്തിലുള്ള നിയന്ത്രണം, എക്സസൈസസ് general control and supervision over all academic, administrative,
and financial matters of university. ഇതാണ് വൈസ് ചാൻസലറുടെ ഡ്യൂട്ടി. ഇപ്പം നമ്മൾ പറഞ്ഞത് ഏറ്റവും സുപ്രീം പൊസിഷനായിട്ടുള്ള ഗവർണൻസ് ഓഫ് യൂണിവേഴ്സിറ്റി ഏറ്റവും ഫസ്റ്റ് ലീഡർഷിപ്പ് പൊസിഷനാണ്. ലീഡർഷിപ്പ് പൊസിഷനിൽ ഫസ്റ്റ് ഏറ്റവും മുകളിൽ ചാൻസലർ വരും, പിന്നെ അതിൻ്റെ താഴെ വൈസ് ചാൻസലർ വരും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി ഇപ്പം നമ്മൾ നോക്കി വൈസ് ചാൻസലറാണ് നോക്കിയത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി ഇത് രണ്ടാമത്തെ ബോഡിയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ലീഡർഷിപ്പ് എന്നതാണ് ഫസ്റ്റ് ബോഡി വരുന്നത്. അതിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നു. ഇനി അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി. സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓപ്പറേഷണൽ ഡിസിഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ലെവൽ ഡിസിഷൻസ്, പോളിസികൾ ഇതൊക്കെ ചെയ്യുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡിയാണ്. ഓക്കെ, മെയിനായിട്ട് 4 പ്രൈമറി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട്. ഓക്കെ, ഈ 4 പ്രൈമറി സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്താണ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, അതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന ഭാഗമാണ് സെനറ്റ് അല്ലെങ്കിൽ കോർട്ട്. ദ കോർട്ട് ഓർ സെനറ്റ്. ഇത് സെനറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബോഡിയാണ്. മോസ്റ്റ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഏറ്റവും വലിയ ബോഡിയാണത് ഈ കോർട്ട് അല്ലെങ്കിൽ സെനറ്റ് എന്ന് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫീസേഴ്സ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും, ഗ്രാജുവേറ്റ്സ് ഉണ്ടാവും, പബ്ലിക് ഫിഗേഴ്സ് ഉണ്ടാവും, ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടുന്ന വലിയൊരു ഗ്രൂപ്പാണിത് ഈ കോർട്ട് അല്ലെങ്കിൽ സെനറ്റ് എന്ന് പറയുന്നത്. ലാർജസ്റ്റ് most democratic and broad-based advisory board. Broad advisory board. ബോഡി എന്ന് പറയാം. ഇതിൽ ആരൊക്കെ ഉണ്ടാവുക? യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽസ്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, അതുപോലെ അലൂമിനി എന്ന് പറയും, അലൂമിനി, അതുപോലെ തന്നെ ലോക്കൽ പബ്ലിക് ഫിഗേഴ്സ്, അതുപോലെ ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ്.
റെപ്രസെൻറ്റേറ്റീവ്സ്. അതായത് രാഷ്ട്രീയക്കാരൻ. ഓക്കെ, ഇവരാണ് ഇതിൽ മെയിനായിട്ട് മെമ്പേഴ്സ് ഉണ്ടാവുക. ഇവർക്ക് മെയിനായിട്ട് ഈ കോർട്ടിന് സെനറ്റിന് 3 ഡ്യൂട്ടിയാണുള്ളത്. ഒന്ന് റിവ്യൂ ആൻഡ് അഡ്വൈസ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വലിയൊരു ടോപ്പിക്കാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അതിൽ ഒന്നാണിത് റിവ്യൂ ആൻഡ് അഡ്വൈസ്. ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റീൻ്റെ പ്രോഗ്രാംസ്, പോളിസീസ് ഇതൊക്കെ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഫങ്ഷൻ ഫിനാൻഷ്യൽ ഓവർസൈറ്റ്. യൂണിവേഴ്സിറ്റിയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, വീക്ഷിക്കുക. അതായത് ആനുവൽ റിപ്പോർട്ട്, ആനുവൽ അക്കൗണ്ടുകൾ, ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്, ഇങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കുക എന്നത് ഇവരുടെ പ്രധാനപ്പെട്ട മറ്റൊരു ഡ്യൂട്ടിയാണ്. മറ്റേ ലെജിസ്ലേറ്റീവ് റോൾ. ലെജിസ്ലേറ്റീവ് റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും എന്താണ് നിയമങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അപ്പീൽ പോകുന്നതിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവർ ത്രൂ ആണ് പോവുക. അപ്പോൾ എന്തെങ്കിലും നിയമങ്ങൾ, എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി നിയമങ്ങളിൽ ചേഞ്ച് വരുത്താനും വരുത്തുന്നുണ്ട്, അവകാശം ഉണ്ട്. അടുത്ത ഇപ്പം നമ്മൾ എ ആണ് പറഞ്ഞത്, ഇനി നമുക്ക് ബി പോവാം. ബി എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഇതിനെ സിൻഡിക്കേറ്റ് എന്നാണ് പറയാം. അല്ലെങ്കിൽ സിൻഡിക്കേറ്റ്. ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് ഇത്. ഓക്കെ, ദ ഹയസ്റ്റ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ മേക്കിംഗ് ബോഡി. ഓക്കെ, ഇതിൽ എന്താണ്, എല്ലാ പ്രധാനപ്പെട്ട ഡിസിഷൻസിനെയും ഡിസിഷൻസും എടുക്കുന്നവരെയാണ്. ഇതിൽ മെയിനായിട്ട് 3 ആൾക്കാരുണ്ടാവുക, 3 വിഭാഗം ആൾക്കാരുണ്ടാവുക. ഒന്ന് സീനിയർ പ്രൊഫസേഴ്സ്, ഡീൻസ്, ഗവൺമെന്റ് നോമിനി. പ്രൊഫസേഴ്സ്, ഡീൻസ്, അതുപോലെ തന്നെ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഡീൻസ് ആരാന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിശദമായിട്ട് പറയാം. ഇവരുടെ മെയിനായിട്ട് 3 ഫങ്ഷൻസ് ആണ് ഇവർക്കുള്ളത്. ഒന്നാമത്തെ ഫങ്ഷൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. ഭരണപരമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്, ഫിനാൻസ്, അക്കൗണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഇതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ഇവരായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവരായിരിക്കും. അടുത്ത അപ്പോയിൻമെന്റ്സ്. അധ്യാപകരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇവരായിരിക്കും. എക്സിക്യൂട്ടീവ് ആക്ഷൻസ്.
എക്സിക്യൂട്ടീവ് ആക്ഷൻസ്. അത് നിയമങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇവരായിരിക്കും. അപ്പോൾ ഇതാണ് എക്കണോമിക് കൗൺസിൽ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ സെനറ്റ് അല്ലെങ്കിൽ കോർട്ട് പറഞ്ഞു, രണ്ടാമത് സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ പറഞ്ഞു. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. സി, അക്കാദമിക് കൗൺസിൽ. അക്കാദമിക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡിസിഷൻസും ഇവരാണ് എന്ത് ചെയ്യുക, എടുക്കുക. ഇവർ പ്രിൻസിപ്പൽ ഡിസിഷൻ മേക്കിംഗ് മോഡി ഓൺ ആൾ അക്കാദമിക് മാറ്റേഴ്സ്. പ്രിൻസിപ്പൽ ഓക്കെ. ഇവരുടെ മെയിനായിട്ട് ഇവർക്ക് 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെഗുലേഷൻ. എന്താണ് എഡ്യൂക്കേഷന്, ഇൻസ്ട്രക്ഷൻ, എക്സാമിനേഷൻ, ഇതിനൊക്കെ പൂർണ്ണമായ സ്റ്റാൻഡേർഡ് നിയമിക്കുക. അതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും റെഗുലേറ്റ് ചെയ്യാം. ഇതാണ് ക്ലാസ്, എന്താണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, എഡ്യൂക്കേഷൻ്റെ വിദ്യാഭ്യാസത്തിനുള്ള സ്റ്റാൻഡേർഡ് നിർണ്ണയിക്കുക, എക്സാമിനേഷനുള്ള സ്റ്റാൻഡേർഡ് നിയന്ത്രിക്കുക. അതൊക്കെ ഇതിൽ വരുന്നതാണ്. പിന്നെ കരിക്കുലം അപ്രൂവൽ. കരിക്കുലം അപ്രൂവൽ എന്ന് പറഞ്ഞാൽ ഒരു കോഴ്സ്, ഒരു ഡിഗ്രി, ഒരു അക്കാദമിക് റെഗുലേഷനൊക്കെ പൂർണ്ണമായിട്ടും അപ്രൂവ് ചെയ്യാം ഇവരായിരിക്കും. ഇപ്പോൾ പുതിയൊരു കോഴ്സ് വന്നാൽ അപ്രൂവൽ നിർബന്ധമാണ്. സ്റ്റുഡൻസ് അഡ്മിഷൻ. സ്റ്റുഡൻസിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നത് ഈ അക്കാദമിക് കൗൺസിലാണ്. ഇനി അടുത്ത ഡി, ബോർഡ് ഓഫ് സ്റ്റഡീസ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ ഓരോ സ്പെസിഫിക് ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ബോർഡ് ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കും. അതിനെ മൊത്തമായിട്ടും കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഒരു ബോർഡ്, ഇൻഡിപെൻഡൻറ്റ് ബോർഡാണെന്ത്, ബോർഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോളജി ആണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജിക്ക് ഒരു ബോർഡ് ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജിക്ക് ഒരു ബോർഡ് ഓഫ് സ്റ്റഡി ഉണ്ടാവും. അവരാണ് അതിൻ്റെ സിലബസുകൾ, എല്ലാ കാര്യങ്ങളും ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുക ഇവരായിരിക്കും. ഈ ബോർഡ് ഓഫ് സ്റ്റഡി ആയിരിക്കും. ഫണ്ടമെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് അക്കാദമിക് ബോഡി വർക്കിംഗ് അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ. എല്ലാ മേജർ സബ്ജക്റ്റിനും ഓരോ ബോർഡ് ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കും. നമ്മൾ സൈക്കോളജി എടുക്കുകയാണെങ്കിൽ സൈക്കോളജിക്ക് ഒരു ബോർഡ് ഓഫ് സ്റ്റഡി ഉണ്ടായിരിക്കും.
ഇവർക്ക് പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഫങ്ഷൻസ് സിലബസ് ഡിസൈൻ. സിലബസ് ഡിസൈൻ ചെയ്യുക, അതായത് സിലബസ് ഡ്രാഫ്റ്റ് ചെയ്യുക, റിവ്യൂ ചെയ്യുക, മോഡിഫൈ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അതൊക്കെ വരെ പണിയാണ്. അതുപോലെ തന്നെ അക്കാദമിക് റെക്കമെൻഡേഷൻസ്. അക്കാദമിക് കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പാനൽ ഓഫ് എക്സാമിനേഴ്സ്. എക്സാമിനൽ പാനൽ നിർമ്മിക്കുക, അതായത് ഇപ്പോൾ എക്സാം എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക, ഇന്റേണൽ ക്വസ്റ്റ്യൻ മാറ്റർ, എക്സ്റ്റേണലി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ വരണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുക ഇവരായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ബോഡിയിലേക്ക് പോവാം. നമ്മൾ 2 ബോഡി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ബാക്കിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ബോഡീസിനെ പ്രധാനമായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഗവർണൻസ് ഓഫ് യൂണിവേഴ്സിറ്റി, അതിൽ ഫസ്റ്റ് ആണ് ലീഡർഷിപ്പ് ബോഡി. ലീഡർഷിപ്പ് ബോഡി 2 ഉണ്ട്. ഒന്ന് ചാൻസലർ, മറ്റേത് വൈസ് ചാൻസലർ. 2 AB. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ ബോഡി സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി. അത് 4 ഉണ്ട്. ഒന്ന് സെനറ്റ് അല്ലെങ്കിൽ കോർട്ട്, രണ്ടാമത്തത് എക്സിക്യൂട്ടീവ് കൗൺസിൽ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ്, അല്ലെങ്കിൽ അടുത്തത് അക്കാദമിക് കൗൺസിൽ, അത് കഴിഞ്ഞിട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ്. ഇവരാണ് ഇതിൻ്റെ കീഴിൽ വരിക. പിന്നെ അതിന് ഇനി മൂന്നാമത്തെ ബോഡി ഫിനാൻഷ്യൽ ആൻഡ് അഡ്വൈസറി സപ്പോർട്ടിംഗ് പില്ലർ. അഡ്വൈസറി സപ്പോർട്ടിംഗ് പില്ലർ. ഫിനാൻഷ്യൽ ബോഡിയാണ്. ഓക്കെ, ഈ ഫിനാൻഷ്യൽ ബോഡി മറ്റു ബോഡിയേക്കാളും നമുക്കറിയാം ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബോഡിയാണ്. ഓക്കെ, മെയിനായിട്ട് ട്രാൻസ്പെറൻസി, ഇങ്ങനെയുള്ള സ്മൂത്ത് ലോജിസ്റ്റിക്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻഷുർ ട്രാൻസ്പെറൻസി. ഇതൊക്കെയാണ് ഇത് വരുന്നത്. മെയിനായിട്ട് ട്രാൻസ്പെറൻസിയാണ്, സാമ്പത്തിക കാര്യങ്ങളിലെ ട്രാൻസ്പെറൻസി. ഇവരുടെ കീഴിൽ 2 ബോർഡുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം. അതിൽ എ ഫിനാൻസ് കമ്മിറ്റി, ഇത് ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ടാവും ഈ ഫിനാൻസ് കമ്മിറ്റിയിൽ. ഈ ഫിനാൻസ് ഓഫീസറാണ് എല്ലാ വരവ് ചെലവ് കണക്കുകൾ, ആനുവൽ ബഡ്ജറ്റ്, ഇതൊക്കെ നോക്കുന്നത് ഇവരായിരിക്കും. ബി ഒരു പ്ലാനിങ് ആൻഡ് മോണിറ്ററിംഗ് ബോർഡ്. ഇത് പ്ലാനിങ്ങുമായി പേര് പോലെ തന്നെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോർഡ്സ് ആണ്. ലോങ് ടേം, ഷോർട്ട് ടേം പ്ലാനുകൾ, എക്സ്പാൻഷൻ ഐഡിയാസ്, പുതിയ പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള പ്ലാനുകൾ, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ഈ ബോഡി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, 3 സെഷനായിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇനി മടങ്ങാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ
ശരിക്കും ചോദ്യത്തിലുള്ള ഭാഗങ്ങൾ മാത്രമല്ല ഡിസ്കസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോഡീസ് ഓഫ് യൂണിവേഴ്സിറ്റി, ബോഡീസിനെ നമുക്ക് ഗവർണൻറ്റ് ബോഡീസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ലീഡർഷിപ്പ് ബോഡി, അതിന് ചാൻസലറി എന്ന് പറയും. അതിൽ 2 ആൾക്കാരുണ്ടാവും, ഏറ്റവും മുകളിൽ ചാൻസലർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വൈസ് ചാൻസലർ, പിന്നെ അതിൻ്റെ താഴെ രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി. അതിൽ 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്: കോർട്ട് അല്ലെങ്കിൽ സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ ആൻഡ് സിൻഡിക്കേറ്റ്, അക്കാദമിക് കൗൺസിൽ, ബോർഡ് ഓഫ് സ്റ്റഡീസ്, പിന്നെ മൂന്നാമത്തത് ഫിനാൻസ് ആൻഡ് അഡ്വൈസറി സപ്പോർട്ടിംഗ് പില്ലർ. അതിൽ 2 ആൾക്കാരുണ്ട്, ഫിനാൻസ് കമ്മിറ്റി ഉണ്ട്, പ്ലാനിങ് ആൻഡ് മോണിറ്ററിങ് ബോർഡ് ഉണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് കോർട്ട്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, അക്കാദമിക് കൗൺസിലർ, ബോർഡ് ഓഫ് സ്റ്റഡീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത്. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് എന്താണ്? കോർട്ട് ആൻഡ് സെനറ്റ് ടു റിവ്യൂ ആൻഡ് അഡ്വൈസ് ദ ബോർഡ് പോളിസീസ് ഓഫ് ദ ബ്രോഡ് പോളിസീസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബി 3 എക്സിക്യൂട്ടീവ് കൗൺസിൽ, ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഹാവിങ് മെമ്പേഴ്സ് ഫ്രം വേരിയസ് ഫീൽഡ്. അടുത്താണ് അക്കാദമിക് കൗൺസിൽ. അക്കാദമിക് കൗൺസിൽ CEO എന്താണ്? 1 പ്രിൻസിപ്പൽ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓൺ അക്കാദമിക് മാറ്റേഴ്സ്. അടുത്തത് ബോർഡ് ഓഫ് സ്റ്റഡീസ്. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെസിഫിക് അക്കാദമിക് ബോഡി. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇത് ഒന്നിലധികം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 4 കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം അടുത്ത സെഷൻ ഉണ്ടായിരിക്കും പേപ്പർ 2 സൈക്കോളജിൻ്റെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡി. അതിൽ 4 ഗ്രൂപ്പുകളാണ്. ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി ഗവർണൻസ് ബോഡിയിൽ 4 ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ഉണ്ടാവുക. ദ കോർട്ട് ഓർ സെനറ്റ്. ഇതിൽ ഏറ്റവും ഉയർന്ന ബോർഡാണ് കോർട്ട് എന്ന് പറഞ്ഞാൽ. എല്ലാ ആൾക്കാരും അതിലുണ്ടാവും. യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, അലൂമിനി, അതുപോലെ തന്നെ ലീഡർ, ലോക്കൽ പബ്ലിക് ഫിഗേഴ്സ്, ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ MLA മാർ, MP മാരൊക്കെ അതിൽ ഭാഗമാണ്. ഇതൊരു ലാർജസ്റ്റ് ബോഡിയാണ്. എല്ലാവരും ഒരുമിച്ചൊന്നും ഒരു സമയത്തും ഇതിലിരിക്കൂല. ഇതൊരു ബോഡിയായിട്ട് കണക്കാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ PDF. ഏതാണ്? ലെജിസ്ലേറ്റീവ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.